കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഈ കഥയുടെ പേര് വരികളുടെ ചോദ്യം. ഒരു ദിവസം അക്ബർ രാജാവും ബീർബാളും കൂടി യമുന നദിയുടെ തീരത്ത് നടന്നു പോവുകയായിരുന്നു. അവിടെ നടന്നു പോകുമ്പോൾ രാജാവിന് ഒരു ആലോചന വന്നു. അവിടെയുണ്ടായിരുന്ന ഒരു വടിയെടുത്ത് മണലിൽ ഒരു വര വരച്ചു. അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരോട് പറഞ്ഞു, ഇവിടെ നോക്കൂ, ഞാനൊരു വരയിട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ആരെങ്കിലും ഞാനിട്ട ഈ വരയെ ചെറുതാക്കണം. പക്ഷേ നിങ്ങൾ മണ്ണ് നിങ്ങളുടെ കൈകൊണ്ട് തൊടാൻ പാടില്ല. ഞാൻ വരച്ച വരയും മായ്ക്കാൻ പാടില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തീവ്രമായിട്ട് ആലോചിക്കാൻ തുടങ്ങി രാജാവിന്റെ ചോദ്യത്തിന്. പക്ഷേ ആർക്കും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ രാജാവ് ബീർബാളിനെ കണ്ടു പറഞ്ഞു, നിന്നെ കൊണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുവോ? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ബീർബാൾ ഒരു മിനിറ്റ് ആലോചിച്ചു. ബീർബാൾ പറഞ്ഞു, ഹഹ, ഇതൊന്നും അത്രയ്ക്ക് കഷ്ടമായ കാര്യമല്ല. ഞാൻ ആ വര തൊടാതെ തന്നെ ചെറുതാക്കാൻ പറ്റും, ഒരു മിനിറ്റ് കൊണ്ട്. ശരി, നീ അപ്പോൾ അതെനിക്ക് ചെയ്തു കാണിക്കും. ഇത് കേട്ടതും ബീർബാൾ ഒരു വടിയെടുത്ത് രാജാവിന്റെ വരയുടെ അടുത്ത് തന്നെ മറ്റൊരു വര വരച്ചു. ആ വരയാണെങ്കിൽ രാജാവിട്ട വരയെക്കാട്ടിലും വളരെ വലുതാണ്. ബീർബാൾ പറഞ്ഞു, രാജാവേ, നിങ്ങൾ തന്നെ പറയൂ, ഇതിൽ ഏത് വരയാണ് വലുതെന്ന്. രാജാവ് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് ബീർബാൾ. നീ ഒരുത്തൻ മാത്രമേ ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലാക്കി വച്ചിട്ടുള്ളൂ. നീ ഞാൻ വരച്ച വരയെക്കാട്ടിലും വലിയതായി ഒരു വര വരച്ച് എന്റേത് ചെറുതാണെന്ന് നീ കാണിച്ചു തന്നിരിക്കുന്നു. അതും എന്റെ വരയെ തൊടാതെ തന്നെ. ബീർബാളിന്റെ ബുദ്ധികൂർമ്മ ആലോചിച്ച് അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും ആശ്ചര്യമായി പോയി. എന്തെന്നാൽ അവർക്ക് ആർക്കും അതുപോലെ ആലോചിക്കാൻ തോന്നിയില്ലല്ലോ. അതും ബീർബാൾ ഒരു മിനിറ്റ് കൊണ്ട് അത് ചെയ്തു. ഇതാണ് ബീർബാളിന്റെ ബുദ്ധികൂർമ്മ.